ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെറിയ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് ചെയ്യാൻ പോകുന്നത്. ലേസി ഡേസി സ്റ്റിച്ച് 2 ഷെയ്ഡ് ത്രെഡ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇതിലൊരു ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് ആദ്യം എടുത്തിട്ടുണ്ട്. അതൊരു 6 strands എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 6 petals വരുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പെറ്റലിൻ്റെയും അരികത്തായിട്ട് ഏറ്റവും തുമ്പത്ത് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെറിയൊരു സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വെറുതെ കുത്തിയെടുത്താൽ മതി. ഓരോ പെറ്റലിനും ഇതുപോലെ ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുമ്പം ഒരുപാട് വല്ലാതെ വലിച്ച് ടൈറ്റ് ചെയ്യരുത്. നമുക്കതിനിടയിലൂടെ വേറെ ത്രെഡ് കടത്താനുള്ളതാണ്. അപ്പം വല്ലാതെ ടൈറ്റ് ആക്കരുത്. ഇതുപോലെ ഓരോ പെറ്റലിനും ചെയ്യണം. ഇത് ചെയ്യുമ്പം നമ്മൾ എല്ലാ പെറ്റലിൻ്റെയും ആ സ്റ്റിച്ചുകൾ ഒരേ വലിപ്പത്തിലാകാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ആ പെറ്റലുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ എല്ലാ പെറ്റലും ആയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ മറ്റ് 2 ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡ് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനതൊരു 3 strands ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് 3 strands ആണ്. വലിയ ഫ്ലവറൊക്കെയാണ് 6 strands ഉപയോഗിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ആ പെറ്റലിൻ്റെ തുമ്പത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ പതുക്കെ കോർത്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ തന്നെ വീണ്ടും കുത്തിയിറക്കുക. അപ്പം നമുക്കൊരു ലേസി ഡേസി സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് വല്ലാതെ ടൈറ്റ് ചെയ്യരുത്, വലിച്ച് ടൈറ്റ് ചെയ്യരുത്. ആ സ്റ്റിച്ചിൻ്റെ ഷേപ്പ് അറിയാവുന്ന പോലെ വയ്ക്കുക. വീണ്ടും നമുക്ക് അടുത്ത പെറ്റലിലേക്ക് പോകാനായിട്ട് വീണ്ടും സെൻറ്ററിൽ തന്നെ കുത്തി മുകളിലേക്ക് എടുക്കുക. വീണ്ടും അടുത്ത പെറ്റലിൻ്റെ സ്റ്റിച്ചിൽ കൂടെ ഇതുപോലെ കടത്തിയെടുക്കുക. വെറുതെ കോർത്തെടുത്താൽ മതി. ക്ലോത്തിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. വലിയ ഫ്ലവറൊക്കെ ആണെങ്കിൽ നമുക്ക് നൂലുകളുടെ എണ്ണം കൂട്ടാം. ചെറിയ ഫ്ലവർ ആകുമ്പം ഒത്തിരി 6 strands ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിങ്ങലായിട്ട് ആ ഡിസൈൻ നമുക്ക് മനസ്സിലാകാതിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 strands എടുത്തത്. ഇതുപോലെ ഓരോ എതലിൽ കൂടെയും കടത്തി ആ ഫ്ലവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 3 ഫ്ലവറുകളും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലേസി ഡേസിയുടെ തുമ്പത്ത് മാത്രം വേറൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. അത് നമ്മൾ ആ പെറ്റലിൻ്റെ തുമ്പത്ത് കൊടുത്ത ആ സെയിം ഷെയ്ഡ് തന്നെയാണ് സെൻറ്ററിൽ കൊടുക്കുന്നത്. ഒരു 2 തവണ നീഡിൽ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് വേണം ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്. മൂന്ന് ഫ്ലവറിൻ്റെയും നടുക്ക് നമുക്കിതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡിസൈനിലുള്ള ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഡിസൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആ ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയോ അല്ലെങ്കിൽ ഗ്രീൻ എടുത്താലും നല്ലതായിരിക്കും. ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് ഷെയ്ഡ് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ തയ്ക്കുന്നത് ലോങ് ആയിട്ടൊരു ഫ്രഞ്ച് നോട്ട്, അതായത് പിസ്റ്റിൽ സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 3 പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. അത് കുത്തിയെടുക്കുമ്പോൾ ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. ലോങ് ഫ്രഞ്ച് നോട്ടെന്നും നമ്മൾ ഈ സ്റ്റിച്ചിനെ പറയാറുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലുള്ള സ്റ്റിച്ചുകൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ.
ഈ ലേസി ഡേസി സ്റ്റിച്ച് ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയാണ് എല്ലാം ചെയ്തു വരുമ്പം. തുമ്പത്ത് മാത്രം വേറെ ഷെയ്ഡ് വരുമ്പോൾ അതിന് നല്ല ഭംഗി വരും. ഇതുപോലെ നമുക്ക് ആ ഡിസൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ഡിസൈൻ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്